പച്ചപ്പും പാടങ്ങളുമൊക്കെയുള്ള നാട്ടിൻപുറത്തേക്ക് ട്രഡീഷണൽ ശൈലിയിലുള്ള വീടാണ് കൂടുതൽ ചേരുക. എങ്കിലും നഗരങ്ങളിലെ പച്ചത്തുരുത്തുകളിൽ കണ്ടംപററി ശൈലി കൂടുതൽ അനുയോജ്യമാകും. എന്നാൽ ഇതെല്ലാം വീട്ടുകാരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർക്ക് വേണ്ടി വീട് പണിയുക എന്നത് എഞ്ചിനീയറെ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് സന്തോഷകരമായ ജോലിയാണ്. അത്തരത്തിൽ ഇന്നോവി ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പുതുതായി നിർമ്മിച്ച ഭവനമാണിത്. തിരുവനന്തപുരത്തിൻ്റെ IT നഗരമായ കഴക്കൂട്ടത്ത് നിന്നും 4 കിലോമീറ്റർ അകലെ ചന്തവിള എന്ന ശാന്തമായ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ പാർക്ക് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ബിനു സാറിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നഭവനമാണിത്. 1242 സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി, അപ്പർ ലിവിംഗ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 1 ബെഡ്റൂം, ഓപ്പൺ ടെറസ് എന്നിവയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സിറ്റിംഗ് ബെഞ്ചിനോട് കൂടിയ വിശാലമായ സ്പേസ് ആണ് സിറ്റ് ഔട്ടിനായി ക്രമീകരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. സൗകര്യപൂർവ്വം അറേഞ്ച് ചെയ്തിരിക്കുന്ന സോഫ സീറ്റിംഗ്, LED TV യൂണിറ്റ്, പ്രെയർ യൂണിറ്റ് എന്നിവയാൽ ലിവിംഗ് മനോഹരമാക്കിയിരിക്കുന്നു. ലാമിനേറ്റഡ് HDF വുഡിലാണ് TV യൂണിറ്റും പ്രെയർ യൂണിറ്റും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്നും സ്റ്റെയറിൻ്റെ അടിയിലായി വർക്കിംഗ് സ്പേസും നൽകിയിട്ടുണ്ട്. വാഷ് യൂണിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയുടെ പ്രൈവസി നഷ്ടമാകാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡുലാർ കിച്ചൺ ലാമിനേറ്റഡ് മറൈൻ പ്ലൈ വർക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടുതൽ മോഡേൺ രീതിയിലേക്ക് ആകും വിധം ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിരിക്കുന്നു.
കിച്ചണോട് ചേർന്ന് സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വാർഡ്രോബ്, സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയ, ബെഡ് എന്നീ സൗകര്യങ്ങൾ ഈ 2 ബെഡ്റൂംസിലും നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസ് സ്റ്റെപ്സിന് ഗ്രിപ്ഡ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിനെ കോമൺ ലിവിംഗ് കം സ്റ്റഡി ഏരിയ ആയിട്ട് ടെമ്പററി പാർട്ടീഷൻ നൽകി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ സ്വിംഗ്, ടെക്സ്ചർ വർക്ക് ഇവയൊക്കെയാണ് കോമൺ ലിവിംഗിന്റെ പ്രത്യേകത. സ്റ്റഡി ഏരിയയിൽ വുഡൻ ബുക്ക് ഷെൽഫും നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ ആസ്വദിക്കും വിധമാണ് ഈ വീടിന്റെ ബാൽക്കണിയുടെ സ്ഥാനം. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ സൗകര്യങ്ങൾ ഈ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ ബെഡ്റൂംസ്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ ഇവയിലെല്ലാം ഫോൾ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകി ഇന്റീരിയർ ഭംഗിയാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ടേക്ക് വുഡിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ എലിവേഷൻ കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ്, യെല്ലോ, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് എലിവേഷൻ നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇന്റർലോക്കിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഭംഗി കൂട്ടുന്നത്. ക്ലയന്റിന്റെ ആവശ്യമനുസരിച്ച് ഈ വീടിന്റെ മെയിൻ ഡോർ ഈസ്റ്റ് സൈഡിലേക്കും എലിവേഷൻ സൗത്ത് സൈഡിലേക്കുമാണ് നൽകിയിരിക്കുന്നത്. 7 സെന്റ് പ്ലോട്ടിൽ വീടിന്റെ ഫ്രണ്ടേജ് വരുന്ന സൈഡ് മെയിൻ റോഡിൽ നിന്നും 4 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു മനോഹര ഭവനമാണിത്. ഈ വീടിൻ്റെ ഓണർ വിനു സാറിനും കുടുംബത്തിനും ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ 1000 ആശംസകൾ. താങ്ക് യു.
എൻ്റെ പേര് വിനു. എൻ്റെ നേറ്റീവ് പാണ്ടനാട് ചെങ്ങന്നൂരാണ്. അപ്പോൾ ലൈക്ക് 7 to 8 years ബാക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ടെക്നോ പാർക്കിലായ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡെയിലി അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് നമുക്കിവിടെ ഒരു സ്ഥലം മേടിച്ചിട്ട് വീടുണ്ടാക്കിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ പ്ലോട്ട് മേടിച്ചു ഇവിടെ. ആക്ച്വലി കോവിഡ് സമയത്താണ് ഈ പ്ലോട്ട് മേടിച്ചത്. അപ്പം കുറച്ച് നാൾ കൺസ്ട്രക്ഷനൊന്നും നടന്നില്ല. പിന്നെ കൊറോണ ഒക്കെ മാറി എല്ലാം ബാക്ക് ടു നോർമൽ ആയപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വിചാരിച്ചു ലൈക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ട് ഞങ്ങൾ ഇച്ചിരി ഒരു ലൈക്ക് 4 to 5 months ഞങ്ങൾ സോഷ്യൽ മീഡിയ, പിന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കാരണം നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു വീട് എങ്ങനെ വേണം, നമ്മുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി നോക്കി. അപ്പം നോക്കിയപ്പം ആക്ച്വലി ഞാൻ ഒത്തിരി ഒരു കാര്യം മേടിക്കണമെങ്കിൽ ഞാൻ ഒത്തിരി സർഫ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഫേസ്ബുക്കിനകത്ത് ഇന്നോവേറ്റ് ബിൽഡേഴ്സിൻ്റെ ഇത് കണ്ടു. അപ്പം ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പം ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇനീഷ്യൽ നമ്മുടെ സ്റ്റെപ്പിനകത്ത് തന്നെ ഓഡിയോ ക്ലിപ്സ് അയക്കുന്നതും നമുക്ക് ഡൗട്ട്സ് ഒരു 95% ഡൗട്ട്സ് ആ ഓഡിയോ ക്ലിപ്സിനകത്ത് തന്നെ ക്ലാരിറ്റി കിട്ടിയായിരുന്നു. പിന്നെ ലൈക്ക് നമ്മളൊരു സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവരുടെ ആൾക്കാരൊക്കെ വന്നിട്ട് സൈറ്റൊക്കെ നോക്കി നമ്മുടെ റിക്വയർമെൻറ്റൊക്കെ മനസ്സിലാക്കി പിന്നെ അവരുടെ സജഷൻസും പറഞ്ഞിട്ട് നമുക്കവർ പ്ലാനും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. ആ സമയത്ത് നമുക്കൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല, ഞങ്ങൾ അവിടെ ചെങ്ങന്നൂരായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എപ്പോഴും മനസ്സിൽ. പക്ഷേ ആ കാര്യം ഞാൻ അതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എവറി സ്റ്റേജ് ഓഫ് വർക്ക് അവർ ഓരോ ദിവസത്തെ വർക്ക് കഴിയുമ്പോഴും നമുക്ക് വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, അന്നത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുമായിരുന്നു. അപ്പം അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ സ്കിൽഡ് ലേബേഴ്സ് ആയിരുന്നു. പിന്നെ ഇപ്പം എന്തെങ്കിലും ഇതിങ്ങനെ നമ്മുടെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ട് നമുക്കവർ ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കത്തില്ല, പക്ഷേ പോസിബിൾ ആവുന്ന കാര്യം അവർ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ഇങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളുണ്ട്. പിന്നെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം പ്രോപ്പറായിരുന്നു. നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനും മെറ്റീരിയൽസും എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാം ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, അത് അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടു. വേറെ മീൻസ് ഏത് വർക്കാണെങ്കിലും ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞായിട്ട് ഇടയ്ക്ക് ട്രബിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ട് ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ച ആ ടൈം ലൈനിൽ തന്നെ ഫിനിഷായി, എല്ലാം കറക്റ്റായിട്ട് തന്നെ ആയി. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടും അവരെല്ലാം അത് നമ്മുടെ സൈഡിൽ കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു തന്നു കറക്റ്റായിട്ട്. അപ്പം ഇന്നോവേറ്റീവ് ഞാൻ സജസ്റ്റ് ചെയ്യും, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ. നമുക്ക് വർക്ക് മീൻസ് അവരുടെ വർക്ക് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. സോ ഞാൻ റിയലി താങ്ക്ഫുള്ളാണ് ഇന്നോവേറ്റിൻ്റെ കംപ്ലീറ്റ് ടീം, മാനേജ്മെൻറ്റ് ടീമും പിന്നെ അവരുടെ എല്ലാം ഓരോ വർക്കേഴ്സിനും, ലൈക്ക് എവറി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഈ ലേബേഴ്സ് ആയിക്കോട്ടെ, ഈ സ്ട്രക്ചറൽ വർക്ക് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആയിക്കോട്ടെ, എല്ലാം സ്കിൽഡായിരുന്നു, നല്ല വർക്കായിരുന്നു. സോ താങ്ക് യു ഇന്നോവേറ്റീവ്. ഹായ്, എൻ്റെ പേര് ശരണ്യ. അപ്പം നമ്മൾ ഈ ഇന്നോവേറ്റ് ബിൽഡേഴ്സിന് നമ്മുടെ പ്ലാൻ കൊടുത്തപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ തന്നെ തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മെയിൻ കൺസെപ്റ്റ് ആയിരുന്നു ഒരു പൂജാമുറി ഫ്രണ്ടിൽ, അതായത് കയറി വരുമ്പോൾ തന്നെ ഒരു പൂജാമുറി കാണണം അല്ലെങ്കിൽ വിളക്ക് കാണണം എന്നുള്ളത്. അതുകൂടാതെ എന്താ പറയുക, ഈ സ്റ്റേഴ്സൊക്കെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേഴ്സൊക്കെ നമ്മൾ ഓപ്പൺ ലിവിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. നമ്മളതെല്ലാം അകത്തോട്ടാക്കണം. അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളും എല്ലാം ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ, സ്റ്റഡി റൂം പോലൊരു കോൺസെപ്റ്റ് നമ്മൾ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്പേസ് ആയിരുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് അവരോട് പറയുന്നതും അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റയറിൽ തന്നെ അവരത് ചെയ്തു തരുന്നതും അത് കാണുമ്പോൾ തന്നെ വന്നവർക്കും നമ്മുടെ വീട് കണ്ടവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ആ മുകളിലത്തെ സ്റ്റെയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി ടേബിളും വർക്ക് ഏരിയ പോലെ ഇരിക്കുന്ന അവിടെ. അപ്പോൾ ഇതെല്ലാ കോൺസെപ്റ്റുകളും ചേർത്ത് പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂംസിൻ്റെയാണ്. ബെഡ്റൂംസ് നമ്മൾ ലിവിങ്ങിലിരിക്കുന്ന സമയത്ത് ബെഡ്റൂംസിലോട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാവാൻ പാടില്ല, അവരൊരു പ്രൈവസി വേണം. പിന്നെ ഡൈനിങ്, കിച്ചൺ, അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രൈവസിയും കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ടാണ് ലിവിങ് റൂം സെറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനിഷ്യലി നമ്മുടെ കൺസെപ്റ്റുകൾ അവരോട് പറയുന്നതും അതിനനുസരിച്ചുള്ളൊരു പ്ലാനും കാര്യങ്ങളും എല്ലാമാണ് അവർ സെറ്റ് ചെയ്ത് തന്നതും. അതുപോലെ തന്നെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനും പറ്റി. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയിലാണ്. ബിക്കോസ് നമ്മൾ കാണുമ്പം നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ആ ഒരു വീട് പോലെ തന്നെയാണ് അവസാനം നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ സമയത്തും പറഞ്ഞ രീതിയിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. താങ്ക് യു.